സർപ്രൈസ് കൊടുക്കാൻ പോവാണ് അഭിയേട്ടന്. വന്ന് ഇപ്പോൾ സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, അവരെ മുഖത്തുണ്ടാവുന്ന ഒരു സന്തോഷം, ഒരു ചിരി, അത് നമ്മളെ മനസ്സിനെ വല്ലാണ്ട് അങ്ങോട്ട് ആകർഷിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സർപ്രൈസ് കൊടുക്കാൻ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാത്രിക്ക് രാത്രി ഞങ്ങൾ വീട്ടിൻ്റെ അടുത്തുള്ള അഭിയൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ബൈക്കിൽ കൂടെ എന്തൊക്കെയോ പ്രസംഗിച്ചാണ് ഞാൻ പോകുന്നത്. രജനീഷിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ആരുമില്ല. നമ്മളെ സ്വന്തം നാടും നമ്മളെ സ്വന്തം വീടുമാണ്. അവിടെ അവർ ഗേറ്റൊക്കെ ക്ലോസ് ചെയ്ത് പോരാ. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കത് ചാടേണ്ടി വന്നു. ചേച്ചി ഇത് കാണുകയാണെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ അഡ്വഞ്ചറായിട്ട് ഞാനും അനിയനും കണ്ടത്തുകൂടെയൊക്കെ ചാടി മറിഞ്ഞ് അവസാനം അഭിയേട്ടൻ്റെ വീട്ടിലെത്തി. അഭിയേട്ടൻ വീട്ടിലുണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ അഭിയേട്ടൻ വീട്ടിലുണ്ടായിരുന്നു. അഭിയേട്ടൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഞങ്ങൾ രാത്രി, അതും ബർത്ത്ഡേൻ്റെ തലേ ദിവസം, ഞങ്ങൾ ഇങ്ങനെ ഒരു ഗിഫ്റ്റായിട്ട് പോകുന്നു. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയപ്പോൾ മൂപ്പർക്ക് ഭയങ്കര മൂപ്പരുടെ ലൈഫിൽ ഇതുവരെ ഇങ്ങനൊരു സർപ്രൈസ് കിട്ടിയിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങളത് അവിടെ എത്തിച്ച്, മൂപ്പര് ഫോണിലായിരുന്നു. അതൊക്കെ ഞങ്ങളെ കണ്ടപ്പോഴത്തേക്കും മാറ്റി വെച്ച് ഭയങ്കര സന്തോഷത്തോടെ നമ്മളെ ഗിഫ്റ്റൊക്കെ വാങ്ങി. അപ്പം ഞാനും ഹാപ്പി, മൂപ്പരും ഹാപ്പി. എങ്ങനെയുണ്ട്? അടിപൊളി.